മറ്റു വാർത്ത, ഗുണ്ടയുടെ വീട്ടിലെ വിരുന്നിൽ പങ്കെടുത്ത സംഭവത്തിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആലപ്പുഴ ഡിവൈഎസ്പി MG സാബുവിനൊപ്പം പോയ 2 പോലീസുകാർക്കാണ് സസ്പെൻഷൻ. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ഷാജഹാൻ, ഈ ഗുണ്ടയുടെ വിരുന്നിൽ ഡിവൈഎസ്പി പങ്കെടുത്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. അവിടെ അങ്കമാലി SI നടത്തിയ പരിശോധനയിലാണ് ഈ ഡിവൈഎസ്പിയോട് ഉണ്ടായിരുന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. നിലവിൽ ഡിവൈഎസ്പിക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടാകണം. പക്ഷേ ഇപ്പോൾ ആദ്യഘട്ടമായി 2 പോലീസുകാർക്കെതിരെ ആണ് നടപടിയെടുത്തിരിക്കുന്നത്. എന്താണ് ഇവർക്കെതിരെ സസ്പെൻഷൻ വരാനുള്ള കാരണം? ഈ ഡിവൈഎസ്പിക്കൊപ്പം ഇവർ ഉണ്ടായിരുന്നു എന്നുള്ളത് കാര്യത്തിൽ വ്യക്തമായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും സിജു സൂചിപ്പിച്ച പോലെ തന്നെ ഡിവൈഎസ്പിയോടൊപ്പം ഉണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർ ആലപ്പുഴ AR ക്യാമ്പിലെ 2 ഉദ്യോഗസ്ഥരാണ്. അന്വേഷണ വിധേയമായി ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി 2 പേരെയും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഡിവൈഎസ്പിക്കെതിരെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ആ നടപടി സ്വീകരിക്കേണ്ടത് മുകളിൽ നിന്നാണ് എന്നാണ് നമുക്ക് മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡിവൈഎസ്പി സാബുവിനെതിരെയും നടപടി ഉണ്ടാകും. അദ്ദേഹം അടുത്ത മാസം റിട്ടയർ ചെയ്യാനിരിക്കുന്ന ആളാണ്, ഉദ്യോഗസ്ഥനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വിനോദസഞ്ചാരത്തിന് ശേഷം മടങ്ങിയെത്തും വഴി അങ്കമാലിയിലെ ഈ ഗുണ്ടയുടെ വീട്ടിൽ കയറി ഇവർ അത്താഴ വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. ഇതിനിടയിൽ ഈ ഗുണ്ടയെ പിടികൂടുന്നതിനായിട്ടാണ് അങ്കമാലി SI സംഘവും സംഭവ സ്ഥലത്തെത്തി. അതിനിടയിലാണ് ഈ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും. അതിനിടയിൽ ഇത് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പേര് ഇതിൽ നിന്നും ഈ റെയ്ഡിനിടയിൽ നിന്നും ഈ ഡിവൈഎസ്പിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം SIയുടെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദം ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിവൈഎസ്പിയും 2 പോലീസ് ഉദ്യോഗസ്ഥരും അതിൽ പങ്കെടുത്തു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥർ ആലപ്പുഴ AR ക്യാമ്പിലെ 2 ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിവൈഎസ്പിക്കെതിരെയും നടപടി ഉണ്ടാവും. ഷാജഹാൻ, ഈ ഡിവൈഎസ്പി MG സാബു റിട്ടയർ ചെയ്യാൻ ഇനി 1 വർഷം മാത്രമാണ് ഉള്ളതെന്നാണ് ഷാജി തന്നെ പറയുന്നത്. നിലവിൽ ഈ MG സാബു ഈ തമ്മനം ഫൈസലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ തോതിൽ ബന്ധങ്ങളുള്ള ആളായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കണം വീട്ടിലെത്തി വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തത്. നേരത്തെ തന്നെ ഒരു കളങ്കിതരുടെ പട്ടികയിലുള്ള ആളാണോ ഈ MG സാബു എന്ന് പറയുന്ന ഡിവൈഎസ്പി? തീർച്ചയായിട്ടും അത്തരം വാർത്തകളാണ് ഇതിന് ശേഷം നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇതിനു മുൻപും ഇത്തരം സസ്പെൻഷനിലായിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ ആയിരുന്ന വേളയിൽ സസ്പെൻഷനിലായിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്കമാലി അടക്കമുള്ള എറണാകുളം ജില്ലയിലെ വിവിധ മേഖലകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. SIയായും DISP ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനിടയിലുണ്ടായ ബന്ധങ്ങളാണ് ഇപ്പോൾ വളർന്ന് ഇത്തരത്തിലെത്തിയത്. ഇപ്പോൾ ഡിവൈഎസ്പി ആയപ്പോഴത്തേക്ക് അദ്ദേഹം മടങ്ങി വരുന്ന വഴിക്ക് തൽക്കാലത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇതിനിടയിലാണ് ഇതറിയാതെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഒരു റെയ്ഡ് നടത്തുകയും ഇതിനിടയിൽ ഇവരും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തത്. ഈ SI നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഡിവൈഎസ്പിക്കും അതോടൊപ്പം തന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയാണ് AR ക്യാമ്പിലെ ഈ ഡിവൈഎസ്പിയോടൊപ്പം പോയിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഗുണ്ട നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത DISPക്കൊപ്പം പോയ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഡിവൈഎസ്പിയുടെ സസ്പെൻഷൻ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ഷാജഹാൻ നൽകുന്നത്. നേരത്തെ തന്നെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ നടപടി നേരിട്ടയാളാണ് ഈ MG സാബു എന്ന DISP എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.